ഗുഡ് ഈവനിങ്. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഓരോ എപ്പിസോഡ്സും ഇങ്ങനെ വീറോടെ വാശിയോടെ ഞങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇന്നത്തെ ഒരു കലക്കൻ കിട്കാച്ചി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിന്റെ ഇന്നത്തെ തുടക്കത്തിൽ തന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിം നമ്മൾ കളിക്കാൻ പോവാ കേട്ടോ. അപ്പോൾ കോൺസെൻട്രേഷൻ ടീമിന്റെ ഭാഷയിൽ എന്താ പറയാ? കോൺസെൻട്രേഷൻ. എന്താ? ശ്രദ്ധിച്ചു കളിക്കുക. ആ ശരി. അപ്പൊ കോൺസെൻട്രേഷൻ ഉള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന വളരെ അഡ്വഞ്ചറസ് എന്തും സംഭവിക്കാം. അപ്പൊ ധൈര്യമുള്ളവർ മാത്രം മുന്നോട്ട് വരിക. എല്ലാ ടീം മെമ്പേഴ്സും ഭയങ്കര ധൈര്യശാലികളാണെന്നാണ് എന്റെ ഒരു വിചാരം. രാവിലെ ഷൂട്ടിന് വന്ന ടീമല്ല ഇരിക്കണത്, ഒരു വെള്ളിമൂങ്ങനെ പോലെ തോന്നുന്നില്ലേ? ധൈര്യമുള്ള എല്ലാവരും പ്ലീസ്. ഡൈയുടെ മണ്ടക്കൂടെ നര വളർന്നാണ്. ധൈര്യമുള്ള എല്ലാവരും മുന്നോട്ട് വരൂ. ചുമ്മാ അടിച്ചു കയറി വാ. ഈ ഷേപ്പിൽ നിൽക്കൂ. പേടിച്ചിട്ട് ഈ ഫ്ലോറിൽ മുള്ളിയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. പലരുടെയും മുഖഭാവം ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. സംഗതി ഗെയിമിന്റെ ആ റിസ്ക് ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ഈ LKG UKG അംഗനവാടിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൊളങ്കര കൊളങ്കര അങ്ങനത്തെ ഗെയിം കളിച്ചിട്ടുണ്ടോ? ഇത് കൊളായിരിക്കും, ഇത് കരയായിരിക്കും. എങ്ങനെ കളിക്കണം ടീമെ? ഞാൻ കൊളം കര കൊളം കര. ഇതാണ് ഇതിലെ അഡ്വഞ്ചറസ് റിസ്ക് ഫാക്ടർ. ഓക്കെ, അതിന്റെ ന്യൂ ജനറേഷൻ സ്റ്റാർ മാജിക്കിലേക്ക് വന്നപ്പോൾ അഡ്വാൻസ്ഡ് വേർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൊളം കര എന്ന് ഞാൻ മനസ്സിൽ പറയും. അതായത് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ഇങ്ങനെ കൈ റേസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് റേസ് ചെയ്തിട്ട് കൈ ഇങ്ങനെ അടിക്കണം, ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്താൽ മാത്രം കേട്ടോ. ബട്ട് ഞാൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ അടിക്കുന്നവർ ഔട്ടായിരിക്കും. അപ്പൊ സ്റ്റാർ മാജിക്കിൽ നമ്മൾ പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് ഡാമ ഡൂമ. അപ്പൊ ഡാമ ഡൂമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ റെഡി 1 2 3 ഗോ. അല്ല, എന്താ സംഭവം? എന്താ ബിനീഷിനെ എല്ലാവരും മണ്ടെന്ന് വിളിക്കുമ്പോഴും യഥാർത്ഥ മണ്ടൻ ഇവിടെ ഇരുന്ന് ഊറിച്ചിരിക്കുകയായിരുന്നു. One more chance. Ready? 1 2 3 ഡാമ ഡൂമ. നോക്കണേ, എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇന്ന് തീരില്ല അത്. ഇവിടുന്ന് ഓക്കെ, രണ്ടുപേരും 1 2 3 ഗോ. പിന്നെ 1 2 3 സ്റ്റാർട്ട്. സ്പീഡില്ല, സ്ലോ പറ്റില്ല. അല്ല, ഞാൻ ദൈവത്തെ അല്ല. ഡിലേ ആവരുത്. റെഡി റെഡി. ശരി, അപ്പൊ അങ്ങനെ റെഡി 1 2 3. ബുദ്ധിമാൻ. ശ്രീവിദ്യ ഡിലേ ആണ് ഔട്ട്. ഓക്കെ, റെഡി. നന്നം താരന്നം. എന്റെ ടീമിൽ ഞാൻ മാത്രമുള്ള പേടി. ടീമിന്റെ മാനകാക്കണം. റെഡി. ടീമിന്റെ മാനകാക്കണം. രണ്ടുപേര് ഈ ടീമിൽ നിന്ന്, ഒരാൾ ഈ ടീമിൽ നിന്ന്. സ്പീഡില്ല, സ്പീഡില്ല. ഡിലേ പറ്റില്ല. ഇനി ഷാർപ്പ് ടൈമിങ്ങിൽ അടിക്കുന്നവരായിരിക്കും ലൈക്ക് ജയിക്കുക. ബൈ. ഏറ്റവും വലിയ കള്ളന്മാർ കേട്ടോ ജയിക്കാൻ പറ്റുള്ളൂ. എന്നാ വർത്തമാനാ പറഞ്ഞേ? അല്ല, അങ്ങനെയല്ല.
അപ്പൊ ഡാമ ഡൂമ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പെരുങ്കളനായതുകൊണ്ടല്ലേ ഒന്നുമില്ല. ബിനു അടിമാലി ആന്റി. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് രേഖ ചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രാംജി റാവു സ്പീക്കിംഗിൽ ഒരു ചെറിയ സീക്വൻസ് നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് പ്രസന്റ് ചെയ്യാണ്. രേഖ ചേച്ചിയുടെ സപ്പോർട്ടും കൂടെ നമുക്ക് വേണം. 100%. താങ്ക് യു. കാണിക്കരുത്. വൃത്തികേട് കാണാതിരിക്കാനാണ് കഥ കടച്ചത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടായി. എനിക്കറിയാൻ മേലാത്തിട്ട് ചോദിക്കുക, നീ എന്തിനാ കക്കൂസിന് മുമ്പിൽ നിന്ന് കാവൽ നിൽക്കുന്നത്? ചേട്ടാ ഇതുവരെ അവന് തുണി അലക്കൊണ്ടിരിക്കരുത്. എന്നെ കണ്ടപ്പോഴാണ് അവന് ചാടി കയറിയത്. ആണോ ചേട്ടാ? എനിക്ക് ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ആണല്ലേ? അതെ. പിന്നെ കക്കൂസിലല്ലേ അവന്റെ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട്. എനിക്ക് തോന്നി ഈ ചാടി ഓടി കയറി വന്നപ്പോ വളിച്ച കോമഡി ഇതിന്റെ അകത്ത് അടിക്കാനാണെന്ന്. നിനക്ക് ഇതിന്റെ ഉള്ളിൽ കയറി വളിച്ച കോമഡി അടിക്കാനുള്ള പരിപാടിയാണല്ലേ മോനെ? എന്നാ ഒരു കാര്യം ചെയ്യും, മത്തായി ചേട്ടനെ എന്നേക്കാൾ വലിയ 2 വളിച്ച കോമഡി അങ്ങ് അടിച്ചു. പിന്നെ നിന്റെയൊക്കെ വളിച്ച കോമഡി പരിശോധിക്കല എന്റെ ജോലി. ഒന്നും മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ അത് വേണ്ട. മത്തങ്ങ തലയാ. എങ്ങനെയുണ്ട്? ഞാനൊന്നെങ്കിൽ ഇവിടെ ലക്ഷ്മിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിക്കാം. അല്ലല്ല, ഇന്നസെന്റാ. ഇങ്ങനെ ഞാൻ ഇന്ന് അതെ, ഞാനേ ഇങ്ങനെ വന്നിട്ടേ എന്റെ ഈശ്വര ഞാനിതാ പോണേ. ഗോപാലകൃഷ്ണ പിടിക്കടാ അവനെ. എവിടെയാ അവൻ? പിടിക്കരുത്. എടാ ബാലകൃഷ്ണ, അവനെ വിടരുത്. മത്തച്ചേട്ടാ എന്താ ഉരുണ്ട് കളിക്കുന്നു? എഴുന്നേറ്റ് പോ മത്തച്ചേട്ടാ. മലക്കടാ. എടാ ഞാൻ ആ ടീമല്ലെന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ ഇത്ര വർഷമായിട്ട് നിന്നിട്ട് നിനക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എനിക്ക് ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടുണ്ട്. അതിന് നീ എന്റെ പുറത്ത് കയറിയിട്ട് എന്താ കാര്യം? മലക്കടാ. മലക്കടാ. ഇല്ല മലക്കട. ഇല്ല മലക്കട. ഞാൻ മലരൂല. മലക്കട. ഞാൻ മലരൂല. ഞാൻ മലരൂല. മലക്കട. മലക്കട. ജയ് സ്റ്റാർ മാജിക്. ജയ് സ്റ്റാർ മാജിക്. ജയ് സ്റ്റാർ മാജിക്. ജയ് സ്റ്റാർ മാജിക്. മലക്കില്ലെങ്കിൽ നിന്നെ ഞാൻ മലക്കുളം. ദേടാ വജ്രത്തിന്റെ താമരപ്പൂ. മുണ്ട്. ഞാൻ മിണ്ടില്ല, ഞാൻ പരിചയമില്ല. നീ പോയി മിണ്ട്. അതല്ല, ഉടുതുണി. ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല വേണ്ട. എന്താ ഇവിടെ? ഇവിടെ ഒരു നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു. ഒന്നല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുമ്പോ ഏകദേശം തേണ്ട ഇവിടെ ആയിട്ട് വരില്ലടാ. ഇതിലാരാ? ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോ ഞാനല്ല, ഇവനാ. ഞാൻ ഒന്നിവിടെ വന്നേ, ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കണം. ബാലകൃഷ്ണനെ വിളിച്ചത്. തമ്മിപ്പോയി. കണ്ടോ? അതിക്ക് മുമ്പ് ഞാൻ മുണ്ടെടുത്തില്ലേ? അതല്ല, അവൻ അവളെ കൊണ്ട് പോണ കണ്ട. എന്തായിരിക്കും അവിടെ നടക്കണേ? അറിയില്ല. എനിക്കൊരു കാര്യം പറയാൻ. പറഞ്ഞോളൂ.
ഇനി മേലിൽ സ്റ്റാർ മാജിക്കില് പളിച്ച കോമഡി വേണ്ട കേട്ടാ. ഓക്കെ, ശ്രമിക്കാം. പിന്നെ തയ്ക്കാൻ ഞാൻ മാത്രമേ കേട്ടുള്ളൂ. അതെ, അവരുടെ ഒന്ന് കേൾക്കണം, ഒന്ന് പറയൂ. അതെന്താ വിളിക്കൂ. എനിക്കൊരു സാധനം കിട്ടി, അത് നിങ്ങൾക്ക് കൂടെ കിട്ടും. വേണം. അതെ, ഇനി മേലിൽ സ്റ്റാർ മാജിക്കില് ഇതുമാതിരി ഒരു വളിച്ച കോമഡി വേണ്ടവേ വേണ്ട. ഛെ. എന്റെ അമ്മ ഞാനിതാ പോണേ. അടിപൊളി. ആൻഡ് മോർ ഓവർ ബിഗ് താങ്ക് യു ടു യു രഘു ചേച്ചി. പ്ലീസ്, നമുക്ക് ആ സീക്വൻസ് ഒക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഇത് മുണ്ട് മുണ്ട് ഉടുമുണ്ട് മുണ്ട് തോർത്ത് മേൽമുണ്ട്, മേൽമുണ്ട്. എക്സാക്ട് വേർഷൻ അല്ല, സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്പൂഫ് വേർഷൻ ആണ്. ആൻഡ് ചേച്ചി ഗംഭീരമായിട്ട് ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഈ പടം ഭയങ്കര റോക്ക് ഹിറ്റായിരുന്നില്ലേ, 365 days. എന്നിട്ടും ഒരുപാട് ചാനൽസിൽ പിന്നെയും ഒരു 1000 times സ്റ്റിൽ എപ്പോ കണ്ടാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതെ അതെ അതെ. അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള കുട്ടികൾ വരെ ഇനി കണ്ടുപിടിക്കണം കോമഡി മൂവീസ് എന്താണെന്ന് പറഞ്ഞിട്ട് അതിലാണ് ഫുൾ ആൻഡ് ഫുൾ കോമഡി. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ വന്നിട്ട്? എല്ലാം എക്സലൻറ്റ്, എല്ലാം ഭയങ്കര എഫർട്ട് ഇടുന്ന, ഭയങ്കര ഹാർഡ് വർക്ക്. അതിൽ ഇത്ര നേരം ഞാൻ കണ്ടു, ഒരു നേരം വെള്ളം പോലും കുടിക്കാതെ അത്ര ഹാർഡ് വർക്കാണ് എല്ലാവരും, എല്ലാ കുട്ടികളും. Hats off to everyone, each and everyone. 2 സൂപ്പർ ഹിറ്റ്, ഏറ്റവും മലയാളികൾ ഏറ്റെടുത്ത സിനിമകളാണ്. ഇതിലെ പാട്ടുകൾ ഹിറ്റ് അല്ല. ഇത് ചേച്ചിയുടെ ഒപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഒന്ന് കൂടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അത് നേരിട്ട് കാണാൻ പറ്റിയാലും ഞങ്ങൾക്കും വലിയ സന്തോഷം. അല്ല, ഐ വോണ്ട് ടു താങ്ക് ഓൾവേസ് പ്രൊഡ്യൂസേഴ്സ്. ദ ഫ്ലവേഴ്സ് ചാനൽ ആണെങ്കിലും ഇത്രയും പേർക്ക് വർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. മോർ ദൻ 7 years ദിസ് പ്രോഗ്രാം ഇസ് ഗോയിങ് ഓൺ. വേറെ പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടത്തുള്ള ടെക്നീഷ്യൻ, സെറ്റ് വർക്ക് ചെയ്യുന്നവർ, ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യുന്നവർ, എല്ലാവർക്കും കുറേ ആർട്ടിസ്റ്റിന് വർക്ക് കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ ഈ ഒരു കാലത്തിൽ ആഫ്റ്റർ കൊറോണ, അതിന് മുമ്പിലാണെങ്കിലും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും, എല്ലാ ഈ പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ചാനൽ ഉള്ള എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പോലെ ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ മലയാള സിനിമയിൽ ഞങ്ങൾക്ക് ഇനിയും കാണണം കേട്ടോ. സോ വി ആർ ഈഗർലി. എൻ്റെ അടുത്ത പടം 2ാം യാമം എന്നൊരു പടം വരുന്നുണ്ട്, അതും നല്ല പടമാണ്. അടിപൊളി. സോ വി ആർ ഈഗർലി വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നാണമാകില്ലേ? ശകല സ്പീഡ് കൂടുതലാണ്. മഴവാറി മാനം വെളുത്തു തുടങ്ങി. ഇനി നാഗർകോവിൽ ബെൽസി അവതരിപ്പിക്കുന്ന മാന്ത്രിക വിസ്മയ പ്രകടനം. നാഗർകോവിൽ ബെൽസി. ഹായ്, വന്ദനം, വണക്കം, ശുക്രിയ. നമസ്കാരം. ഞാൻ താൻ നാഗർകോവിൽ ബെൽസി, സർക്കസ്കാരെ. അല്ല, ഞങ്ങള് വിചാരിച്ച ബാങ്ക് മാനേജരാന്ന്. ആരാടാ ആദ്യമായ കോമഡി അടിച്ചത്? ഞാൻ പ്രശസ്തമായ ഒരു സർക്കസ് കമ്പനിയിലായിരുന്നു. കുറേ വർഷക്കാലം ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഒരുപാട് അഭ്യാസം കാണിക്കാൻ ഞങ്ങൾ എന്നോട് ജീവിക്കാൻ വേണ്ടി ഇവിടെ. നിങ്ങൾക്കറിയാമോ, ഞാൻ തീ തിന്നിട്ടുണ്ട്. തീ തിന്നും, കൗണ്ടർ ഇല്ലാതെ ഇവിടെ തീ തിന്നുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. നീ മാത്രമല്ല തീ തിന്നത്, ഇത് കണ്ടിട്ട് ഇതിന്റെ ഡയറക്ടറും തീ തിന്നുവന്നാ പുള്ളി ചെവി പറഞ്ഞത്. ഹലോ സാർ ബെൽസി, നിങ്ങൾ കത്തി എറിയാറുണ്ടോ? എന്തോ കത്തിയേറ് നടത്താറുണ്ടോ? ഇതുപോലൊരു പ്രതലത്തിൽ ഒരാളുടെ കണ്ണ് കെട്ടി ഞാൻ അങ്ങ് നിർത്തും. ഇങ്ങനെ നിർത്തും. എന്റെ കണ്ണും ഞാൻ കെട്ടും. എന്റെ കണ്ണും കെട്ടി ഈ ദേഹത്തിന്റെ കണ്ണും കെട്ടി ഇങ്ങനെ നിർത്തിയിട്ട് 10-25 കത്തി ഞാൻ ആ ദൂരെ നിന്ന് വലിച്ചെറിയും. അയ്യോ, അറഞ്ചം പുറഞ്ചം കൂളം വലിച്ചെറിയും. എന്നിട്ട് അയാൾക്കിട്ട് കൊള്ളുവോ? അയാളുടെ ദേഹത്ത് കൊള്ളില്ല. ഈ കത്തി അയാളുടെ ദേഹത്ത് കൊള്ളത്തില്ല. അതാണ് എന്റെ കഴിവ്. അതൊക്കെ എന്താണ് കഴിവ്? അതെന്താ കഴിവല്ലേ? 10 എറിഞ്ഞ പറ കൊള്ളിക്കണം, അതാണ് കഴിവ്. കൊള്ളിക്കുന്ന കഴിവാണ്. എറിഞ്ഞ കൊള്ളിക്കണം, പൊള്ളിക്കാതിരിക്കരുത്. അത് കഴിവുകേടാണത്. എന്തൊരു ഊളത്തരവേ വിളിച്ചു പറയുന്നത്. നമ്മളിപ്പോ മാവിൽ എറിയുന്നത്, മാങ്ങ എറിയുന്നത്, മാങ്ങ ഇവിടെ തമാശ കൊള്ളാലോടാ നീ. കത്തി വെച്ച് കളിക്കുന്നത്. പിന്നെ
ഈ അഭ്യാസം ഇപ്പൊ കാണിച്ചു തരും. നിങ്ങളുടെ ഗെയിമിനിടയ്ക്ക് അതിങ്ങനെ വന്നു ഇടയിലിടയില്ല. ഒരു ഗെയിം വിളിക്കൂ. ശരി ശരി ശരി. അല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താണ് പ്രയോജനം? നീ വന്നിട്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെങ്കിലും വന്നു നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു വന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഒരു ഗെയിമിലേക്ക് പോവാൻ പോവാ. ഗെയിം കാണാം. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഇസ് പത്രം വാല കറങ്ങൽ വാല. വെരി ഗുഡ്. ഈ ഗെയിമിനുള്ള പേരൊക്കെ നിങ്ങൾ എങ്ങനെ മനനം ചെയ്തെടുക്കുകയാണോ അതോ കുഴിച്ചെടുക്കുന്നതാണോ? ഖനനം ചെയ്തെടുക്കുകയാണ്. ശൂന്യതയെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും. അല്ലല്ല, ശൂന്യതയെന്ന് കിട്ടണതാ. ഓക്കെ, അപ്പൊ എന്നാ തുടങ്ങിയാലോ? രാവിലെ 5 മണിക്ക് മുമ്പ് എണീക്കണം എത്ര പേരുണ്ട്? ഓ പിന്നെ ഇവൻ 5 മണിക്കാണ് ഉറങ്ങുന്നത്. ചേച്ചി എത്ര മണിക്ക് എണീക്കും? ഡിപ്പെൻസ് ആണ്. എത്രയോ ഷൂട്ടിങ്ങിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഉറക്കമില്ലാതെ എത്രയോ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉറക്കം ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ ഉറങ്ങി തീർക്കും ചില സമയത്ത്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഒരു 9:30 8:30 എണീച്ച് 2 ജ്യൂസൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരം കിടന്ന് പിന്നെ ബ്രേക്ക് എടുത്തിട്ട് ഉറക്കാണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മാക്സിമം ലൈക്ക് ഒരു ഓഫ് ഡേ ഒക്കെ ആണെങ്കിൽ 8 മണിയാണ് മാക്സിമം എന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ പോത്തുപോലെ ഒരുപാട് പേര് ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങുന്നവരുണ്ട്. എത്ര പേരുണ്ട്? യെസ്, അഭിമാനത്തോടുകൂടി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് ഓരോരുത്തർക്കും നമ്മളൊരു ജോലി അലോക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾ രാവിലെ പോയിട്ട് പേപ്പർ ഇടണം, പത്രം ഇടണം. സുമേ അറിയാലോ ആരൊക്കെ പേപ്പർ ഇട്ടിട്ടുണ്ട്? ഞാൻ സുമയുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞ സത്യ. ഞാൻ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്ത് ഇതുപോലെ സ്കൂളിൽ പോണിക്കുമ്പോൾ വെളുപ്പിൽ എഴുന്നിട്ട് പത്രം ഇടാൻ പോയിട്ടുണ്ട്. അതെന്തിനാ? പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണോ അതോ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണോ? പത്രം ഇടാൻ തന്നെയാണോടാ പോയത്? പറയൂ സുമ, പറയൂ. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ. ബുദ്ധിമുട്ട്. 6ാം ക്ലാസ്സിൽ പത്രം ഇടാൻ പോയിട്ടുണ്ട്. അന്ന് സൈക്കിളൊക്കെ ഉണ്ടോ? BSയുടെ സൈക്കിള്. BS. അപ്പൊ എത്ര മണിക്ക് എണീക്കണം പത്രം ഇടണമെങ്കിൽ? 4 മണി. 3 മണി 4 മണിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കുഞ്ഞിപ്രായമായിരുന്നു. 4ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കാൻ 15 വയസ്സുണ്ട്. 15 വയസ്സുണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കാൻ. പിന്നെ എന്ത് ചെറിയ പ്രായം? ടീം പറയൂ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 1.5 വർഷം പത്രം ഇടാൻ പോയിട്ടുണ്ട്. അതായത് ടീം ടൈം പണിക്ക് പോയിട്ടുണ്ട്, പത്രം ഇടാൻ പോയിട്ടുണ്ട്. ടീമിന് സൈക്കിൾ ഔട്ടാൻ അറിയോ? സൈക്കിൾ ഔട്ട് എനിക്കറിയാം, പണ്ട് തുടങ്ങി അറിയാം അല്ലേ? ഓക്കെ, സൈക്കിൾ ഔട്ടിട്ടാണ് പോയിരുന്നത് 1.5 വർഷം. ശരി. ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ പത്രം നീട്ടിട്ടുണ്ട്? ദേശീയാഭിമാനി. അവിടെ തന്നെ പോയി. ദേശീയാഭിമാനി, മലയാള മനോരമ, ഇന്ദ്രജിത്തോ? ഇന്ത്യൻ എക്സ്പ്രസ്, മനോരമ അതിട്ടുള്ളട്ടാ. സത്യം പറയും. എന്റെ നാട് കാസർഗോഡ് പെരുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചെറിയ ഏരിയ തലക്കണ്ടെന്നാ പറയാ. അപ്പൊ അവിടെ രാവിലെ ഒറ്റയടിക്ക് പത്രം വരും. അപ്പൊ ഓരോ ദിവസവും അങ്ങനെയല്ല, 10 വീട്ടിലെ ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോകും അമ്പലത്തിന്റെ ഫ്രണ്ടില്. അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാ വീട്ടിലും കൊടുക്കണ ഓരോ ദിവസത്തെ ഓരോ വീട്ടിലെ കുട്ടികളാണ്. അപ്പൊ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് 6 മണിക്ക് പോയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു തവണ ശരി. ഇനി നെൽസൺ ചേട്ടൻ പെയിന്റ് പണിയായിരുന്നു പണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നെൽസൺ ചേട്ടാ? ഞാൻ പെയിന്റ് പണി ചെയ്തിട്ടുണ്ട്, മൈക്കാട് പണി ചെയ്തിട്ടുണ്ട്, തെങ്ങിന് തടം എടുക്കാൻ പോയിട്ടുണ്ട്, മേശിരി പണി ചെയ്തിട്ടുണ്ട്, ആശാരി പണി പഠിക്കാൻ പോയി. ശരി. പൂർത്തിയാക്കിയില്ല. പിന്നെ തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ട്. തയ്യൽ കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇതിൽ കൂടുതൽ പത്രം ഇടാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം. ബാൻഡ് മേളം അല്ലേ? ബാൻഡ് മേളത്തിന് പോയിട്ടുണ്ട്. ശരി, ഓക്കെ. ഈ പത്രം എടുക്കാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. പത്രം എടുക്കാൻ പോകുന്ന പറയുന്നത് 4 മണിക്ക് ഒരു കടത്തിണ്ടേല് വലിയൊരു കെട്ട് കൊണ്ടുവന്നിടും. എന്നിട്ട് ഓരോ നോട്ടീസൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഓരോ കടയുടെ ഒക്കെ പരസ്യം സെപ്പറേറ്റ് ആണ്. അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അവിടുന്ന് പുറപ്പെടാൻ. എളുപ്പമല്ല കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിലും ഈ ഒരു അലാം കാത്ത് എണീറ്റ് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസം പ്രഭാതത്തിലും ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അറിയണേ. ഇത്തരത്തിലുള്ള പത്രക്കാർക്കൊരു വലിയ ഹാറ്റ്സ് ഓഫ് തരിക. അഡിക്ഷനാണ് നമുക്കൊക്കെ. കാലത്ത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചായ പ്ലസ് പേപ്പർ, ശരിയല്ലേ? അപ്പൊ ഇവര് ഓൺ ടൈമിന് ഇട്ടില്ലെങ്കിൽ അത് ശരിയാവോ? കുറെ നാളായി ചെതമ്പലുള്ള ഒരാളെ കെട്ടിപ്പിടിച്ചിട്ട്. ശരി, അനു. പത്രം ഇടാൻ പറഞ്ഞ മാമനുണ്ടല്ലോ, അത് സൈക്കിളാണ് പത്രം ഇടാൻ പോകുന്നത്. ഈ മാമൻ ഇടുന്ന പത്രം എറിയുന്നത് എന്റെ വീട്ടിലോട്ടാ. അതിന് അപ്പൊ ഡെയിലി ഞാനാണ് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത്. വെരി ഗുഡ്.
ആ മാമൻ എവളെ എറിഞ്ഞു നോക്കിയത്. ലക്ഷ്മി ഒരു കൊള്ളില്ലേ. അപ്പോ പത്തിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേര്, ഒരാള് ഇതിങ്ങനെ നിൽക്കും ഇതിന്റെ മുകളില്. അവരെ നമ്മൾ ടൈ ചെയ്തിടും. അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് ടീം മെമ്പർ ആയിരിക്കും. ആൻഡ് അതേ ടീമിൽ നിന്ന് ഒരാൾ സൈക്കിൾ ഔട്ടും ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഒരാൾ സൈക്കിൾ ഔട്ടും. ഇവരിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ, അതായത് ഇതാണ് പത്രം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാതൃഭൂമി മനോരമ ഒന്നുമല്ല, കുറച്ചും കൂടെ ലൈക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇനി വരും സമയത്തുള്ള ഇങ്ങനെ കളറായിരിക്കും കേട്ടോ, ഇതേ ബ്രാൻഡുകളിലൊക്കെ. സോ ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് ഇവിടെ നിൽക്കുന്ന ആളുടെ ഇവിടെ നമ്മളൊരു ലൈക്ക് ഒരു ബാസ്ക്കറ്റ് പോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് ഇവരെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഉന്നം വെച്ചിട്ട് ഈ മനോരമ, ഈ മാതൃഭൂമി ഇങ്ങനെ കറക്റ്റായിട്ട് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതാണ് ടാസ്ക്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ കൊടുത്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പം ബുദ്ധിമുട്ടില്ല. അതെ, സിമ്പിൾ ആയിട്ട് ഇടാനും പറ്റും. അതും നിങ്ങളും സൈക്കിൾ ഔട്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഒട്ടും ബുദ്ധിമുട്ടില്ല. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പേപ്പർ വാല കറങ്ങൽ വാല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. സോ ഗെറ്റ് റെഡി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കാല് കുത്തരുത്. പോട്ടെ. മോള് പേടിക്കണ്ട, മോളോ ചവിട്ടാൻ അറിയാം. അത് തേറി ഫൗള്. ശ്രീവിദ്യ, ആ ബോർഡറിന് പുറത്ത് ചവിട്ടണേ, ഉള്ളിലേക്ക് പോരുത്. ജിഷൻ നടക്കാൻ പറ്റും ജിഷൻ. അല്ല. അയ്യോ വരും ജിഷ്ണ. ആ വരും. കാല് കുത്തി എറിയാൻ പാടില്ല. സൈക്കിള് സ്റ്റോപ്പ് ചെയ്ത് എറിയരുത്. വെരി ഗുഡ്. ജിഷൻ ചേട്ടാ 1 പോയിന്റ്. ഇവിടെ പോയിട്ട് വരിക. ശ്രീവിദ്യ അങ്ങോട്ടാ പോണേ? മീൻ മേടിക്കാൻ പോയതാ. വെറുതെ എറിയണോ? അയ്യോ ഞങ്ങളുടെ തമാശക്കാരനെ ഇടിച്ചു കൊല്ലുവാണേ. അപ്പുറത്ത് ഇടിക്കും. ഓ എവിടെ കൊണ്ടേ? ഓ 2 points. ജിഷൻ, ഇന്ന് നമുക്ക് അവരെ തല്ലി തവിട് കൂടിയാക്കണം. എത്ര മണിക്കൂർ കറങ്ങണം പറഞ്ഞേ? തല കറങ്ങി വീഴുന്നവരെ. ശ്രീവിദ്യ കാല് ചവിട്ടിട്ടാണ് പത്രം എറിയുന്നത്. അയ്യോ അങ്ങനൊന്നും അറിയാൻ പറ്റൂല. എന്തേറെ അറിയണേ? എവിടെ വെച്ചാ അറിയണേ? അതും കാല് കുത്തി നിന്നിട്ട് ഞങ്ങളെ ചെറുക്കനെ വഴി തെറ്റിക്കാൻ. ഓൾ ടോട്ടൽ ഈ ഒരു ഗെയിം പറഞ്ഞപ്പോ ഈസി ആയിരിക്കും, ഗെയിം കളിച്ചു തുടങ്ങി ഈസി അല്ല. ജിഷൻ ചേട്ടൻ ഒരു വലിയ ഐഡിയ കൊടുക്കണം. 2 പോയിന്റ് ആണ് സ്കോർ ചെയ്തത്. ജിഷൻ ചേട്ടൻ ആൻഡ് ആതിര. ഓക്കെ, എന്താ മൗനവ്രതം? അല്ല ലക്ഷ്മി, ഇപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ ഒരു പേപ്പറും ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ലെന്ന്. ഫസ്റ്റ് റൗണ്ടിലെ പോയിന്റ് നോക്കുകയാണെങ്കിൽ 2 പോയിന്റ്സ് അങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ജിഷൻ ചേട്ടന്റെ ടീമിലേക്കാണ്. തീർച്ചയായിട്ടും ഈ ടീമിലെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പേപ്പർ വാല കറങ്ങൽ വാല സെക്കൻഡ് റൗണ്ട് ആണ്. ഇതും എന്താ പറയാ, ഓപ്പോസിറ്റ് ടീം തന്നെ സ്കോർ ചെയ്യുമെന്ന് അറിയില്ല. അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് കളിക്കാൻ വന്നിട്ടുള്ളത്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Good job, Suma. Team, come on. ഇപ്പൊ അറിയില്ലേ? അടുത്ത പേര് പച്ച
ടീമേ കം ഓൺ. വെരി ഗുഡ് 2 പോയിന്റ്സ് സുമ. ഹലോ 4 കഴിഞ്ഞേ. ഇലങ്ക 3 points. നീ പത്രക്കാരൻ തന്നെയാടാ. പൊളിച്ച് മോനെ, പൊളിച്ചടാ. ഒരെണ്ണം ഇട്ടേ. വെരി ഗുഡ് ടീമേ. ഓ വെരി ഗുഡ്. സൂപ്പർ. ചരക്ക് കയ്യില്ലയോ? വെരി ഗുഡ് സുമ. സുമേഷ് ഗുഡ്. പത്രം തീർന്നു. പത്രം വേണേ കൊടുക്കാട്ടോ, കളക്ട് ചെയ്ത് കൊടുക്കാം. കളച്ച് സുമ 4 6 8 9. സുമ ഓ ആ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് ഈസി. 9 പോയിന്റ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഗുഡ് ജോബ്. ഞങ്ങളുടെ ടീമിന്റെ ബാലൻസ് ഉണ്ടായിരുന്നോ? അല്ല, അൺബാലൻസിങ്. കൺഗ്രാറ്റുലേഷൻസ് സുമ. നെക്സ്റ്റ് റൗണ്ടിലേക്ക്. എന്തൊരു സ്നേഹം എന്നറിയോ, ഗെയിം കളിക്കുന്നത് അനുവും ടീമും കൂടെയാണ്. ജിഷിൻ ചേട്ടൻ അനുവിന്റെ മൂക്ക് ചൊറിഞ്ഞു കൊടുക്കുന്നു, ചെവി ചൊറിഞ്ഞു കൊടുക്കുന്നു. കാരണം കുട്ടിയുടെ കൈ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മോട്ടർ കറങ്ങി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. അപ്പുറത്തെ കൈ എടുക്കാം. പോയേ അവളെ കൊണ്ട് ഇടിക്കാതിരിക്കാൻ നോക്കണം. നീ ആർക്കട്ടാ അറിയണേ? പാടിയില്ലാത്ത ആൾക്കാര്. ഓ മൈ ഗോഡ്, അവള് മാറി. കുറച്ചും കറങ്ങട്ടെ, കാല് എടുക്കാൻ പറ്റും. Good job, Jasila. 1 point. തക്കൻ പാർക്കവി. 2 points. ആതിരെ സവാരി കഴിഞ്ഞ് ഇറങ്ങാം. കാലുകുത്തിയാ കാലുകുത്തി. അത് കാലുകുത്തി. കത്തിയാനാണോ? അടുത്തേക്ക് ഇറങ്ങിയാൽ മതി. ഗെയിം ഇസ് ഓവർ. ഈ ഒരു റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജസീലയാണ്. 2 പോയിന്റ്സ് ജസീല സ്കോർ ചെയ്തു കേട്ടോ. 3 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിനുചേട്ടൻ്റെ ടീമാണ്. ആ ടീമിൽ നിന്ന് മിസ്റ്റർ ബിനു അടിമാലി ഇറങ്ങുന്നു. ആൻഡ് ഈ ടീമിൽ നിന്ന് മിസ്റ്റർ നാഗർകോവിൽ ബെൻസി. ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് അറിയാൻ പറ്റും. ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ബിനുചേട്ടൻ്റെ ടീമാണ് ജയിക്കുക എന്നുള്ളവരൊന്ന് കൈപൊന്തിക്കോ? അയ്യോ ശരി, അപ്പോ നമ്മുടെ നാഗർകോവിൽ ബെൻസി എന്ന് പറയണവരൊന്ന് കൈപൊന്തിക്കോ? ആരുമില്ല. വേറെ കേസുണ്ട്. സർക്കസിലെ മെയിൻ ആളാണ്. അതെ, നമുക്ക് നോക്കാം. ആ കൈകളുടെ എണ്ണം കൂടി വരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലാസ്റ്റ് റൗണ്ട്, കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. മാന്ത്രികതയുടെ രാജകുമാരൻ നാഗർകോവിൽ ബെൽസിയത. അത്ഭുത മാന്ത്രിക പ്രകടനം.
അയ്യോ നാഗർകോവിൽ ബെൽസി നാഗർകോവിൽ ബെൽസി അതാ കഴിവ് തെളിയിക്കുന്നു. ബെൽസി നാഗർകോവിൽ പുറത്ത് അതാ നാഗർകോവിൽ ബെൽസി ബെൽസിക്ക് ഇതൊക്കെ നിസ്സാരമെന്ന് പറഞ്ഞുകൊണ്ടതാ ബെൽസി. ബെൻസിക്ക് ഇത് നിസ്സാരമാണ്. അങ്ങനെ നേരെ കൊട്ടയിലേക്ക് എറിഞ്ഞ പ്രശ്നം പൊക്കി ഇടില്ല. നാഗർകോവിൽ ബെൽസിയുടെ അത്ഭുത മാന്ത്രിക പ്രകടനം. ക്ലിക്കോ ജസ്റ്റ് മിസ്. വിനോട് മേലി ഒന്നും പറയാനില്ലേ? നാഗർകോവിൽ ബെൽസി അതാ ഓ ജസ്റ്റ് മിസ്. മെസ്സി 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 മെസ്സി. നാഗർകോവിൽ ബെൽസി വെറുതെയല്ല സർക്കസിൽ ബെൽസിയുടെ ആരാധകർ ഇതാ അക്ഷമരായി കാത്തിരിക്കുന്നു. നാഗർകോവിൽ ബെൽസി അതാ ചമ്മി പോയിരിക്കുന്നു. നാഗർകോവിൽ ബെൽസി കമോൺ 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 ബെൽസി ലക്ഷ്യം നോക്കി ബെൽസി. ബിൻചേട്ടൻ 3 points. നാഗർകോവിൽ ബെൽസിയുടെ പരിശീലനങ്ങൾക്ക് ശേഷം ഇതാ അടുത്ത പത്രമേറെ വിളവാരം പോവുകയാണ് സൈക്കിൾ. ബെൽസി അതാ മുന്നേറുകയാണ് നാഗർകോവിൽ ബെൽസി. അകത്ത് പുറത്ത് റോയൽ സർക്കസിൽ കണ്ണുകെട്ടി സൈക്കിൾ ഓടുന്ന ബെൽസി ഇതാ ഇവിടെ വട്ടം കറങ്ങുന്ന അതിമനോഹരമായ കാഴ്ച. നട്ടക്കണ്ണം കറങ്ങുന്നു. നാഗർകോവിൽ ബെൽസിയുടെ അത്ഭുത മാന്ത്രിക പ്രകടനം റോയൽ സർക്കസിൽ. വെരി ഗുഡ്. ബെൽസിയുടെ ടൈമിംഗ് തെറ്റി പാളിപ്പാളി എറിയുകയാണ് ബെൽസി. അതാ ബെൽസി അടിതെറ്റിയിരിക്കുകയാണ്. അടിതെറ്റിയാൽ ബെൽസിയും വീഴും. മിസ്റ്റർ ബിനു സത്യത്തിൽ ഞാനൊന്ന് തോറ്റു തന്നാണ്. നാഗർകോവിൽ ബെൻസി മൊത്തം 3 പോയിന്റും ആൻഡ് ഇവിടെ 1 2 3 4 5 6 പോയിന്റ്സ്. ഗുഡ് ജോബ്, അടിപൊളി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ ഗെയിമിലും മടി കാണിച്ചിരിക്കും, പക്ഷേ ഗെയിം കളിച്ചാൽ ജയിച്ചിട്ടേ വരുള്ളൂ. പക്ഷേ ഓരോ റൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ ഫൗളുകൾ വന്നിട്ടുണ്ട്. ചിലര് കറക്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ടിനകത്ത് നിന്ന് സൈക്കിൾ ചവിട്ടരുതെന്ന്. ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നോ? എല്ലാം കൂടെ നോക്കുമ്പോ കറക്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഗ്രാറ്റുലേഷൻസ് ടു ഉല്ലാസ് പന്തളം ആൻഡ് ടീം. ഉല്ലാസേട്ടനല്ലേ പേര്? നമ്മ ജയിച്ച്. ഒരു പക്ഷേ വരൂടാ ഇപ്പം. പക്ഷേ അത് പറ, അന്നേരം നമ്മളും മിണ്ടില്ല. പക്ഷേ ജയിച്ചിട്ടുള്ളത് നമ്മുടെ വിനു അടിമാലി ആൻഡ് ടീം. വിശ്വസിച്ചോ? ഹലോ ഹലോ റോയൽ സർക്കസ് അല്ലേ? അതെ. നമ്മുടെ അടുത്ത ഷോ എപ്പോഴാണ്? അടുത്ത ഷോ 7 മണിക്കാണ്. അയ്യോ ഇപ്പൊ തന്നെ വൈകി. ഞാൻ ഉടനെ അങ്ങ് എത്തിയ. വേണ്ട വേണ്ട, കൊച്ചു പിള്ളേർ മുമ്പ് വെച്ച് 2 അടിയും കൂടെ കൊണ്ടിട്ട് വന്നാൽ മതി. വേറെ കേസുണ്ട്. ഏതാണ്ട് മല മറിക്കാൻ പോവാന്ന നിങ്ങളുടെ വിചാരം. അവിടെ കരടിയുടെ ഡൂപ്പ് ചെയ്യാൻ പോണതാ. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. കുറെ നാളുകൾക്ക് ശേഷം വന്നതേ ഷൈൻ ചെയ്യാൻ പോവാണ് നിബിനു അടിമാലി. അതിനു മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഗെയിം? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? വെരി വെരി ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് വെരി ടഫ്. മനസ്സിലായില്ലേ? നിങ്ങൾ അതിന്റെ കട്ടത്തിന്റെ അടിയിൽ അതിന്റെ അകത്ത് പോകാൻ പാടില്ല. റൗണ്ട് കുറച്ചുകൂടെ ഭയങ്കര ഹാർഡ് വർക്കാണ്. സൈക്ലിംഗ് ബാലൻസിങ് ചെയ്യണം, ഒരു കയ്യിലെടുത്ത് വലിച്ചെറിയണം. എല്ലാവരും നന്നായിട്ട് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ബിൻഷന്റെ ടീമിന് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാണ് കേട്ടോ. എന്റെ പിള്ളേര് അവരാണ് എൻ്റെ എല്ലാം. ഇത് പശ്ചാത്താപമാണ്. അതെ ചേച്ചി, ഇത് ഇവരുടെ ക്രൂര വിനോദമാണ്. ക്രൂര വിനോദം. അഹങ്കാരത്തിന്റെ ഫലം ആപത്ത്.
ചേച്ചി വന്നേക്കുമ്പോ ഇവരുടെ ക്രൂര വിനോദം ഉണ്ടായിരുന്നു. അതിനുള്ള പകരം വീട്ടിലത്. ആഹാ, പച്ചപ്പനന്തത്തേനെ കൊണ്ടുവന്നേ. എങ്ങനെ പോയാലും ആ കാറ്റഗറിയിലുള്ള ആളെ വിളിക്കും. ടീച്ചർ മാറിക്കോ. പുള്ളി അടി കിട്ടാൻ വരെ കോസ്റ്റ്യൂമൊക്കെ മാറി അവാർഡ് മേടിക്കാൻ പറ്റാ അവനെ. ഒരു ചോദ്യം ആവാം. ഞാൻ അങ്ങോട്ടാവാം. ആയിക്കോട്ടെ. ശരി. കറക്കും. ശരി. കറക്കോ? കറക്കുമ്പോ വെളുക്കും, വെളുക്കുമ്പോൾ കറക്കും. എന്താണ്? അനു. കറക്കുമ്പോ വെളുക്കും, വെളുക്കുമ്പോ കറക്കും. പശുവിനെ ചീറ്റി പോയി സംഭവം തോന്നി. പശു മാത്രമല്ല ആടും പറയാം. പശുമ്പ. പശു എരുമ. പശുമ്പ അല്ല, പാൽ. അന്ന് ഞാനൊരു ചോദ്യം. സമ്മതിച്ച്. 6ഉം 6ഉം കൂടി ചേർന്നാൽ എന്ത് കിട്ടും? 6 12 കിട്ടും. അതാണ് പൊട്ടിയെന്ന് അല്ല, പറഞ്ഞത്. 6 ചേരുമ്പോഴാ ആ പുഴ. നീ ഭയങ്കര ബുദ്ധിമതിയല്ല. ചാടി 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 ചാടി. അല്ല, ചാടാൻ പാടില്ല, ചാടാൻ പാടില്ല. ചാടുകയും ചെയ്തു, കാണിക്കുകയും ചെയ്തു. കാണിക്കലടാ ഈ കാണിക്കണേ. അടി മേടിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് ചാടൂ. ചാടിനോടൊപ്പം ആ പാന്റ് ഒന്ന് കേറ്റു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. 3 പ്രാവശ്യം മിസ്റ്റർ എറണാകുളമായ ആളാ നിന്നാ കടി. 5 പ്രാവശ്യം. അതാകുമ്പോ വാ തുറക്കണ്ടല്ലോ. 1 2 3. അടി. കിണ്ണം കാച്ചടി. ഇല്ലെങ്കിൽ ആരെ വേണ്ടെന്ന് വെച്ചെടുത്തോ, കേസ് ഞാൻ നടത്തി. അറിയില്ലേ? ഈ വശം കയറും. ഇത് മൈക്ക് കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് വരണം കേട്ടോ. അദ്ദേഹം ഇവിടെ വന്നത് വഴി കാണിച്ചു തന്നതാ. അന്തയാന്നോ? അന്തയല്ല, അന്തി. എന്ത് വേണം? കള്ളാണോ? ദേവിക്കുട്ടി. ഇപ്പൊ ആ വെള്ളപ്പാണ്ടിൽ ഒരു പുഴുവിന്റെ കളർ വരും. കുസൃതി ചോദ്യം. ശരി. മീന് ഇഷ്ടമല്ലാത്ത ദിവസം. മീനിന് ഇഷ്ടമല്ലാത്ത ദിവസം പറയട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് വന്നാ മതി. ആൻസർ പറയട്ടെ. ഫ്രൈഡേ. കറക്റ്റ് ആണ്. അവരെ ഫ്രൈ ചെയ്യുന്ന ദിവസം ഫ്രൈഡേ. ശരി ടീച്ചർ. അല്ല. ഓക്കേ. അപ്പൊ അടി മേടിച്ചോളൂ. കൂട്ടാൻ വെക്കുമ്പോ ഇഷ്ടമാണോ? അല്ല, മീനിന് ഇഷ്ടമില്ലാത്ത. അല്ലാതെ ഉത്തരം പറയാത്തപ്പോ അങ്ങോട്ടല്ലേ തരണ്ടേ? അല്ലല്ല, അങ്ങനെ ഉണ്ട്. ഗെയിം തോറ്റാലും ജയിച്ചാലും ഞാൻ തല്ലു വാങ്ങാം. അതെ അതെ. അതൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. എടാ നെൽസാ, എടാ നിന്നെ അന്വേഷിച്ച് ആരാ വന്നിരിക്കുന്നടാ? ചിക്കൻ കറി ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞ് പറ്റിച്ചു. മേടിച്ചിട്ട് പോടാ. എടാ നെൽസ, എന്തുവാടാ നിനക്ക്? പുള്ളിക്ക് ചിക്കൻ കറി പോയിട്ട് ഒരു കഞ്ഞി പോലും വെക്കാൻ അറിയില്ല. വേറെ നമ്പറും പറഞ്ഞ് ഇറങ്ങിയാക്കാണ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കും. അപ്പൊ നെൽസൺ ചേട്ടൻ അതിന് ആൻസർ പറഞ്ഞാ അടിക്കൂല. എനിക്ക് അടിക്കണ്ട. നാം പറയുകയും ചെയ്യും. ആനയുടെ മൂക്കിന്റെ പേരെന്താ? തുമ്പിക്കൈ. തുമ്പിക്കൈ. അപ്പൊ തുമ്പിയുടെ മൂക്കിന്റെ പേരെന്താ? തുമ്പിയുടെ മൂക്കിന്റെ പേര് അറിയില്ല. അപ്പൊ ഉത്തരം എനിക്കും അറിയില്ല. എന്നാ പിന്നെ അടിക്കണ്ട. ആനക്കൈ. ഉത്തരം എനിക്കും അറിയില്ല. അതെന്താ ഉത്തരം? ആനക്കൈ. ചുമ്മാതെ അടിച്ചോ നീ. ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് നമുക്ക് കാണാം. നീ പോടാ, ആടി കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കോ. ನಿನ್ನಿಂದಲೇ ಕನಸೊಂದು ಶುರುವಾಗಿದೆ, ತುಡಿಯಲ್ಲಿ ನಗುವ സുമേഷെ പേടിക്കണ്ട, ഇതൊക്കെ എഡിറ്റർക്കൊരു ജോലി. അത്ര തന്നെ. എനിക്ക് കന്നഡ പാട്ടുകളൊക്കെ മറന്നു. ഞാൻ ടീമിന്റെ പാട്ടുകൾ മാത്രമേ. തിരിച്ചൊരു മലയാളം പാടിക്കൊടുക്കൂ. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ആകാശം പൊന്നാളിലകളിലായത്തിൽ തൊട്ടേ വരാം. ആകാശം കളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം.
കൊടകിൽ നിന്ന് വന്ന് ഭാഷ അറിയാത്ത കുട്ടി വരെ നല്ല ശ്രുതി ശുദ്ധമായിട്ട് പാടി. പക്ഷെ എനിക്ക് ഈ പാട്ട് പറഞ്ഞു തന്നത് അനുവാണ്. ഞാൻ ഫസ്റ്റ് വന്നപ്പോ ടമാർ പാടാറില്ല. അയ്യേ എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ സത്യം ഉണ്ടെന്ന് മനസ്സിലായ എന്തൊരു ബിൽഡപ്പായിരുന്നു. പണ്ടെങ്ങാണ്ട് ഒരു ബോംബ് കഥയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി കിടന്ന് ഷൈൻ ചെയ്ത് തുടങ്ങിയതാ. ഇവിടെ നക്ഷത്രത്തെ കയറി നിന്റെ നക്ഷത്രം എനിക്ക് കോംബോ ആഗ്രഹിക്കുന്നു. ഇവിടെ ആരാണ് തല്ലിക്കൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം എല്ലാരും തല്ലൂട്ടാ, എല്ലാരും തല്ലുമായിരുന്നു. പിന്നെ എപ്പോഴും പറയും 6 വർഷമായിട്ട് എനിക്ക് വെറൈറ്റി കിട്ടണില്ല, ഇപ്പോഴാണ് എനിക്കൊന്ന് റിലാക്സേഷൻ ആയത്. അതെ, ഞാൻ വന്നപ്പോ നേരെ തിരിഞ്ഞ് കൊടുക്കട്ടെ സാറേ. ആ ശബ്ദം കൊല്ലത്ത് കേൾക്കണം. എന്തോ ഇവിടെ അങ്ങനത്തെ പാൻ്റ് ആയിട്ടോണ്ട് വന്നേക്കണേ. ഡയറക്ടർ ചേച്ചി പറഞ്ഞു ചേച്ചി പറങ്ങനെ ക്ഷമിക്കണേ കാരണന്മാരെ. സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളെ കണ്ടപ്പോ ശ്രീവിദ്യ ലുക്കിംഗ് ലൈക്ക് വാവ്. PCR ഇപ്പൊ തന്നെ ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. അടിച്ചത് ആക്ച്വലി മോളിലായി പോയിന്ന്. അതെ അതെ, എന്റെ മോൾ ഇവിടെയാ. നിന്റെ മോളെ ഒന്ന് കാണട്ടെ. എന്റെ മോൾ എവിടെയാ? അതായത് ഇവക്ക് ഇവിടെ ഒരു മോളുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ചേട്ടൻ പോയപ്പോ നമ്മള് നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പോയാലും മാറി നിന്നാലും എപ്പിസോഡ് കാണണമായിരുന്നു കേട്ടോ. അതായത് നമ്മള് ബട്ടക്സിന് താഴേക്ക് അവിടെ അടിക്കാൻ പാടൂ, മുകളിലേക്ക് അടിക്കാൻ പാടില്ലേ. എവിടെ അടിച്ചാലും പാടുമല്ലോ. ഇത് കേൾക്കാൻ വേണ്ടി നോക്കിക്കോളല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചടിക്കണം, അങ്ങനെയാണല്ലോ. എടാ നേരാണോ അതൊക്കെ? നേരാ ചേട്ടാ. അവര് എപ്പിസോഡൊന്നും കാണാറില്ല. ചേട്ടൻ പോയപ്പോ മാറ്റി. ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ടായിരുന്നു. ശരിക്കും എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ട്. മൊബൈൽ നോക്കി എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിയമം മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടില്ലേ എന്നുള്ളത് ആൾക്കാരെക്കാളും കൂടുതൽ ബിനുചേട്ടനായിരിക്കും. ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ വിട്ടിട്ടില്ല. ചേട്ടനുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് എല്ലാ എപ്പിസോഡിലും ചേട്ടനുണ്ടോ. ഇവിടെ ആരെ അടിക്കുന്നു അറിയാൻ. പക്ഷെ നിയമം ആശ കൊടുത്താൽ ആന കൊടുക്കരുത്. ആളെ വിളി അവനെ വിളിക്കൊന്നുമില്ല, ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. നാഗർകോവില് ആരാന്ന്? ബെൻസി മോൾ വന്നപ്പോ എന്തൊക്കെയായിരുന്നു? നാഗർകോവില് ബെൽസി, ഇവിടെ സൈക്കിള്, മരണക്കിണറ് എല്ലാം ഞാൻ തന്നെ. അയ്യോ, ഈ വ്യത്യസ്തമായ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങൾ പറഞ്ഞ ആള് തന്നെ. ഞാനിന്ന് അടിച്ച് ഈ ചെതമ്പല് മുഴുവൻ ഊർത്തിക്കളയും. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു മനുഷ്യന് പോകാൻ ഇഷ്ടമില്ലാത്ത അറ ഏതാണ്? മണിയറ. എനിക്ക് ഇഷ്ടമല്ല. ചെക്കനെ വിളിച്ച് പറഞ്ഞ ഇവിടെ കല്യാണം ഇപ്പൊ നടക്കാൻ പോകുന്നത്. ആ കുട്ടിയാണ് പറഞ്ഞത് ഇഷ്ടം. തടവറ എന്താണ്? വേറെ ഉണ്ട്. മെഡിക്കൽ സ്റ്റോറിലും മൊബൈൽ ഷോപ്പിലും കിട്ടുന്ന ഒരു സംഭവം. ആരാ ഈ പറഞ്ഞു വന്ന ഈ ചോദ്യമൊക്കെ? ഇപ്പോഴത്തെ മൊബൈൽ കടകളിൽ ടാബ് കൊടുക്കത്തില്ല, ഇപ്പൊ സെപ്പറേറ്റ് ആണ്. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങളൊക്കെ മൊബൈൽ കടയിൽ നിന്നാ ടാബ് മേടിച്ചത്. നാഗർകോവിൽ ബെൽസി. അയ്യോ, താങ്ക് യു. ഞാൻ തന്നെ. അയ്യോ, പറ്റില്ല, ഒറ്റ കാലടിച്ച് ഒരൊറ്റ കരച്ചില ഇനി അവിടെ ചെന്നിട്ട്. ആ കണ്ണട കുറച്ച് നേരത്തെ മാറ്റണ്ട കേട്ടാ. ഒരു കാലിലെ കൊണ്ടുള്ളൂ, അതിനാണ് ഞാൻ ഇങ്ങനെ നിന്നത്. നാഗർകോവിൽ ബെൽസി. അത് ഞാൻ തന്നെ. നാഗർകോവിൽ ബെൽസി ഞാൻ തന്നെ. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടോ?
ഇവിടെ ഓഡിയൻസ് അങ്ങനെ പറയണു, ഇഷ്ടപ്പെട്ടു, സൂപ്പർ എന്ന്. വീട്ടിലിരുന്ന് നിങ്ങളും അങ്ങനെ പറയണു, നമ്മളെങ്ങനെ പറയണു? അടിപൊളി. അടിപൊളി. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.